ശ്രീ അനിൽ തിരുമല, ഇതൊരു മാനുഷിക പ്രശ്നം കൂടിയാണ്. ഏത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു മനുഷ്യൻ അവിടെ വീണു പോകുന്നു. അവിടെ റെയിൽവേക്ക് ആ ഭാഗത്തേക്ക് അവിടെ നടന്ന അപകടത്തിൻ്റെ രൂക്ഷത മനസ്സിലാകുന്നുണ്ട്. അതിൽ അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. റെയിൽവേക്ക് സ്വന്തം സംവിധാനങ്ങളുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിലോ അതിൽ ഏകോപിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ എന്താണ് സംഭവിക്കുന്നതോ തുടങ്ങിയ കാര്യങ്ങളിൽ അവിടെ ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ പോലും വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇവിടെ കേട്ടല്ലോ. അങ്ങ് ഉണ്ണികൃഷ്ണൻ പറയുന്നതിൽ എത്ര വാസ്തവമുണ്ടെന്ന് അറിയില്ല. ഞാൻ റെയിൽവേയുടെ പല ഉദ്യോഗസ്ഥന്മാരെ അവിടെ കണ്ടു, പല ആൾക്കാരും അവിടെ ഉണ്ട്, അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. വിളപ്പിൽശാല ഇപ്പോൾ മാധവ തന്നെ അതിന് വളരെ വ്യക്തമായൊരു നിർവചനം ഇവിടെ മാലിന്യ സംസ്കരണത്തെപ്പറ്റി ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്ക് അല്ലെങ്കിൽ നഗരസഭയ്ക്കുണ്ട് എന്ന് മാധവ തന്നെ ഇവിടെ അടിവരയിട്ട് പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടാനുണ്ടായ കാരണം എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ഞാൻ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ കൃത്യമായി അളവിന് കൊടുക്കാനുള്ള മാലിന്യങ്ങൾ എത്തിക്കാത്തതിൻ്റെ പേരിൽ അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ രോഗബാധിതരായി. അങ്ങനെ പല പ്രശ്നങ്ങളുടെ പേരിൽ ജനങ്ങൾ സമരം നടത്തി ആ പ്ലാന്റ് പൂട്ടി. തലസ്ഥാന നഗരസഭ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. 45 വർഷത്തിനിടയിൽ തലസ്ഥാന സഭയിൽ അല്ലെങ്കിൽ തലസ്ഥാനത്ത് വരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായൊരു പദ്ധതി രൂപീകരിക്കാൻ എന്തുകൊണ്ട് ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല? ഇവർ എന്തൊക്കെ പദ്ധതിയാണ്? ഇവിടെ ചവറിനെ ചാകരയാക്കി കാണുന്ന ഒരു സമീപനമാണ് തലസ്ഥാന നഗരസഭയിലുള്ളത്. ഇവിടെ നമ്മൾ നോക്ക്, പൈപ്പ് കമ്പോസ്റ്റ് 87,000 പൈപ്പ് കമ്പോസ്റ്റാണ് തലസ്ഥാന നഗരസഭ സ്ഥാപിച്ചത്. ഒരു പൈപ്പ് കമ്പോസ്റ്റ് തലസ്ഥാന നഗരസഭയുടെ കീഴിൽ ഈ 100 വാർഡുകളിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? എന്താ പൈപ്പ് കമ്പോസ്റ്റ് പരാജയപ്പെടാനുണ്ടായ കാര്യം? അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു, വലിയ വീമ്പളക്കി പറഞ്ഞാണ് തുമ്പൂർ മൊഴി യൂണിറ്റുകൾ ഇപ്പോൾ എത്രയാണുള്ളത്? തുമ്പൂർ മൊഴിയിൽ എവിടെയാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്? അത് കഴിഞ്ഞ് നിങ്ങൾ കിച്ചൺ ബിൻ വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നാണ്. കിച്ചൺ ബിൻ്റെ കഥയൊന്നും ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. തലസ്ഥാന നഗരസഭയിലും അതുപോലെ തന്നെ മാധു അടക്കമുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാം കിച്ചൺ ബിൻ്റെ കാര്യം അറിയാം. 50,000 കിച്ചൺ ബിൻ നിങ്ങൾ വാങ്ങി. ഉണ്ടോ ഇപ്പോൾ കിച്ചൺ ബിൻ? അപ്പോൾ ഏതെങ്കിലും ഏജൻസികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പണം കൊടുത്ത് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട് തലസ്ഥാന നഗരസഭ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മാലിന്യ സംസ്കരണത്തിനൊരു പ്ലാന്റ് ആവശ്യമാണ്, ഏകീകൃത സംവിധാനം വേണം, ഇവിടെ വികേന്ദ്രീകൃത സംവിധാനം പരാജയമാണ്. ആരാ പറഞ്ഞത്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. പക്ഷേ തലസ്ഥാന നഗരസഭ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇനിയിപ്പോൾ പോകുന്നില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ ആരോപിച്ച മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ മാധു ചോദിച്ചൊരു കാര്യം, റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നില്ല എന്നുള്ളതാണ്. റെയിൽവേയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. രാവിലെ മുതൽ ഇതറിഞ്ഞ സമയത്ത് അവിടെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. നഗരസഭയുടെ മേയറും അതുപോലുള്ള ആൾക്കാരും അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ആ സ്ഥലത്തുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പല കൗൺസിലർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. വെറുതെ ഇവിടെ ആരോപിച്ചിട്ടൊന്നും കാര്യമില്ല. റെയിൽവേക്ക് അത്തരത്തിലുള്ള ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, CPM-ൻ്റെ ജനപ്രതിനിധിയോട് ചോദിക്കും, ഇവിടെ ഒരു കൗൺസിൽ, പരമോന്നത ഒരു അധികാര സമിതിയാണല്ലോ തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയിലെ കൗൺസിൽ. അവിടെ മേയർ ഒരു വാക്കാൽ പ്രമേയം കൊണ്ടുവന്നോ? ഈ കഴിഞ്ഞ 6 കത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ റെയിൽവേ ഇത്തരത്തിലുള്ള അനാസ്ഥ കാണിക്കുന്നുണ്ട്, കൗൺസിൽ ഐകകണ്ഠേന നമുക്കൊരു തീരുമാനമെടുക്കണം, അങ്ങനൊരു പ്രമേയം കൊണ്ടുവന്നോ? ഇതെപ്പോഴെങ്കിലും കൗൺസിൽ ഉന്നയിച്ചോ? കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പോൾ വെറുതെ റെയിൽവേയുടെ പേരെ ആരോപണം ഉന്നയിച്ചിട്ട് റെയിൽവേ ആണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി എന്ന് തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികൾക്കുണ്ടായിട്ടുള്ള ഈ വീഴ്ചയെ, തലസ്ഥാന നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഭരണസമിതിക്കുണ്ടായ ഈ വീഴ്ച കേവലം റെയിൽവേയുടെ ചുമലിൽ വച്ച് കെട്ടിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാം എന്ന് CPM ഭരണസമിതി വിചാരിക്കാതെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ശ്രീ RV രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു. ഈ ആമേഴിഞ്ചാൻ തോടിലും അതുപോലെ തന്നെ ഇത്തരം ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ തലസ്ഥാന നഗരം ഭരിച്ച 4.5 പതിറ്റാണ്ട് ഭരിച്ച CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തലസ്ഥാന നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിക്കാണ്. ഇപ്പോൾ അത്തരം നടപടിക്രമങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നുവെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി ചട്ടം അനുശാസിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാത്തത്? അപ്പോൾ ഇവിടെ മാലിന്യ സംസ്കരണം ഒരു പരാജയപ്പെട്ടിരിക്കുന്നു. തലസ്ഥാന നഗര ഭരണസമിതി ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആരോപിക്കുന്നത്. ശരി, ഓക്കെ.